പച്ചടി, വെള്ളരിക്ക പച്ചടിയൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലൊരു പച്ചടി നിങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടോ? വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനൊരു ഇരുമ്പ് ചട്ടിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 200 ഗ്രാം വെണ്ടയ്ക്ക് അത് ഈ രൂപത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഷേപ്പിലല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. റൗണ്ട് ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കൂടെ 2 പച്ചമുളകും കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ വിഴുവിഴുപ്പൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കി തന്നെ റെഡിയാക്കി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇടയ്ക്കുള്ളതിൻ്റെയൊക്കെ വിഴുവിഴുപ്പ് മാറാതെ കിടക്കും. ഏകദേശമൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയം കൂടെ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് ചെറിയ തേങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ 2 പച്ചമുളകും 1 ടീസ്പൂൺ കടുകും കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടും നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ സമയം നമ്മുടെ വെണ്ടയ്ക്ക റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ചപ്പോൾ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 കപ്പ്, അങ്ങനെ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം. തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം 1 കപ്പ് തൈര് നമുക്ക് മിക്സിയുടെ ജാറിലൊഴിച്ച് കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. കട്ടയില്ലാത്ത തൈരാണെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കണമെന്നില്ല കേട്ടോ, കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ഇത് ഫ്രിഡ്ജിലിരുന്ന് കട്ട പിടിച്ച് തൈരായതുകൊണ്ടാണ് ഞാൻ മിക്സിയുടെ ജാറിലൊഴിച്ച് ഒന്ന് പൾസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ സമയം നമ്മൾ വെണ്ടയ്ക്കയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള അരപ്പൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്താൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല കേട്ടോ. ഒന്ന് പതഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കുന്ന സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ. അത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ചട്ടിയുടെ ചൂടും കൂടെ കൊണ്ട് പെട്ടെന്ന് അങ്ങ് തിളച്ച് പോവും. അപ്പോൾ അതേ കണ്ടില്ല, ഒന്ന് പതഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം, ഇല്ലെങ്കിൽ ഇത് തിളച്ച് പോവും. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ച് ഒഴിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടി വന്ന സമയം 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് ഫ്രൈ ആയി വന്ന സമയം നമ്മൾ ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്ന സമയം നമ്മൾ ഇതിലേക്ക് 2 വറ്റൽമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഫ്രൈ ആക്കി എടുക്കണം. അങ്ങനെ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെണ്ടയ്ക്ക പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല തിക്ക് രൂപത്തിലല്ല, ചെറിയ ഒരു ലൂസ് രൂപത്തിലാണ് ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചട്ടിയിലോ ഇതുപോലുള്ള ഇരുമ്പ് ചട്ടിയിലോ ഒക്കെ ആകുമ്പോൾ അത് തണുക്കുമ്പോൾ നന്നായിട്ട് അങ്ങ് തിക്കാം. അപ്പം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ പച്ചടി തണുത്തപ്പോൾ നീ കണ്ടില്ലേ, നല്ല തിക്കായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ കൂടി പ്രസ് ചെയ്താൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാൻ മറന്നു പോരുത്. അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.